ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വെപ്രാളം തീ പാറുന്ന സ്പീഡിലാണ് ഞങ്ങൾ ഓടി നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ബസ് പിടിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ഹിൽ ടോപ്പ് വില്ലേജോ ടൗണോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് 7 മണിയാകുമ്പോഴായിരുന്നു ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടത്. ഇപ്പം എല്ലാവരും അടിച്ചങ്ങനെ കേട്ടോന്ന് അറിയില്ല. ഇപ്പം കറക്റ്റ് സമയം 7 ആയി. സോ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി വിൽ റീച്ച് ദർ ഇൻ ടൈം. ബസ് മിസ് ചെയ്യാതെ ഇരിക്കുന്നു വിചാരിക്കുന്നു. വേദു പാവം കറക്റ്റായിട്ട് എഴുന്നേറ്റു. പ്രിയാണ് ലേറ്റ് ആക്കിയത്. പ്രിയ എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേക്കില്ലായിരുന്നു. പ്രിയാണ് വിളിച്ചെഴുന്നേറ്റു. പക്ഷെ ഞങ്ങൾ 6:15 എഴുന്നേറ്റിപ്പോൾ. എന്തായാലും ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി സ്മൂത്ത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അടിപൊളി ബസ് ജേർണിയും കാണാം, അതിനെയും കാട്ടി അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലവും കാണാം. ബസ് ചൂസ് ചെയ്യാൻ കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഞാൻ ബസ്സിൽ കയറിയിട്ട് പറയാം. എന്തൊരു കാമാന്ന് നോക്ക്. ഉച്ച ഒരു 10 മണി കഴിയുമ്പോൾ 8 മണി കഴിയുമ്പോൾ നോക്കിക്കോ, ഇവിടുത്തെ കാട്ടി ട്രാഫിക് ബ്ലോക്ക്. പിന്നെ നീ തായ്ലൻഡിൽ പോകണം കാണാനായിട്ട്. സോ കാം ആൻഡ് പീസ്ഫുൾ. ടെൻഷനിലാണ് വീഡിയോ എടുക്കുന്നത്. എന്തൊരു ഭംഗി. രാവിലെ ഇതൊക്കെ അറിയുള്ളൂ ട്രാഫിക്കില്ലാത്ത ടൈമിൽ. ഇത് പഴയ വലിയ മരങ്ങളാണ്. പക്ഷെ കോഫി കൾച്ചർ, കോഫി ലവേഴ്സ് ആണെങ്കിൽ വിയറ്റ്നാമിൽ വന്ന് ടോട്ടലി എൻജോയ് ചെയ്യാം. കോഫി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. യു സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. പിന്നെ ഇവരുടെ സ്റ്റാഫ് വെളിയിൽ വന്ന് നിൽക്കും കേട്ടോ. ബസ്സിൽ നിന്ന് സാധനം അല്ല, നമ്മുടെ ടാക്സിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട്. അല്ല, ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. ബസ് മിസ്സായില്ലെങ്കിൽ പൊളിയായിരിക്കും. ഹായ് ഗൈസ്, സന്തോഷമുള്ള ന്യൂസ് പറയട്ടെ. ബസ് പോയി. ഞങ്ങൾ ലേറ്റായി, ബസ് പോയി. എന്തായാലും ഭാഗ്യത്തിന് നല്ല സർവീസാണ്. നമുക്ക് 7 o'clock എന്ന് പറയുമ്പോൾ 8 o'clock ഇവിടുന്ന് 7 റിപ്പോർട്ടിംഗ് ടൈം, 8 o'clock ബസ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ചെറിയൊരു വണ്ടി വാനിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് മെയിൻ ബസ്. അപ്പോൾ ആ ചെറിയ വണ്ടി പോയായിരുന്നു, ഷട്ടിൽ. അപ്പോൾ ഇനി അടുത്തത് 9 മണിക്കാണ്. ആദ്യത്തേക്ക് ഫൈനോ ഒന്നും ഇല്ലാതെ സെയിം കാറ്റഗറി ബസ് 9 മണിക്ക് തന്നെ ഉണ്ട്. അത് മിസ്സായെങ്കിൽ പിന്നെ വൈകുന്നേരം കാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഉച്ചയ്ക്ക് കണ്ട്. ഭാഗ്യത്തിന് ഇത് തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ അടുത്തൊരു നല്ല കോഫി ഷോപ്പ് ഉണ്ട്. പ്രിയ പറഞ്ഞേ ഉള്ളൂ ഹൈലൻഡ് കോഫി കയറിയില്ലാന്ന്. അപ്പോൾ അവിടെ കയറി 1 മണിക്കൂർ ചില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നേരെ അടുത്ത ബസ് കിട്ടാനുള്ള ടൈം ആവും. വൈകിയത് കൊണ്ട് വേദുവിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി. ക്രോസോണ്ട് ഞങ്ങൾ 2 ബാൻമി, 2 കോൾഡ് കോഫി, എല്ലാം കൂടെ ഒരു 400 ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഹൈലൻഡ് കോഫി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ ഒരു ചെയിനാണ് കോഫിയുടെയൊക്കെ പോലെ. അഫോർഡബിളുമാണ്, എപ്പോഴും ക്ലീൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ടേബിളൊക്കെ കണക്കാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ബാത്റൂംസും അതൊക്കെ ക്ലീൻ ആയിരിക്കും. ആൻഡ് നല്ല ലൊക്കേഷൻസിലും കാണും, അഫോർഡബിളും ആണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കോഫി ചെയിനിൽ വല്ലതും കയറണമെങ്കിൽ ഐലൻഡ് കോഫി ട്രൈ ചെയ്യുക. സ്റ്റാർബക്സ് മാത്രമല്ല. സമാധാനമായല്ലോ ബസ് പോയപ്പോൾ? ആ, വേദല്ലേ ലേറ്റ് ആക്കിയേ? അപ്പേ അത് കറക്റ്റാ. എന്താ കാര്യം? ആ, അടുത്ത ബസ്സിൽ പോയാൽ മതിയല്ലോ. പക്ഷെ ഇതിപ്പോ കറക്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാത്റൂമിൽ പോകുമ്പോഴേക്ക് സമയമാവും. അടുത്തതിന് ബാ, അടുത്ത ബസ് ആവാൻ പറ്റില്ല, പിന്നെ ബസ്സില്ല. ഇത് ഇവിടുത്തെ ബാൻമിയാണ്, പക്ഷെ ഇത് ഒത്തൻറ്റിക് ബാൻമി അല്ല. പക്ഷെ ഇത് കഴിക്കാൻ സുഖമല്ല, ഒരു പ്രത്യേക ഫീലിംഗാണ്. ഭയങ്കര ഹാർഡ് ബ്രെഡ്, അതങ്ങനെയാണ് ബാൻമിയുടെ. ഹാർഡ് ടോസ്റ്റഡ് ബ്രെഡ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ചിക്കൻ ആൻഡ് ചീസ്, വേറെ വെജിറ്റബിൾ ഒന്നുമില്ല. പക്ഷേ ഇതിന് എത്ര രൂപയാണെന്നറിയോ? 40 രൂപയുള്ളൂ നാട്ടിലത്തെ ഈ ഒരു ബാൻമിക്ക്. അത്യാവശ്യം ഇത്രയും നീട്ടമുണ്ട്. പ്രിയയുടെ പല്ലൊക്കെ കിടന്ന് ആടും ഇത് കഴിക്കുമ്പോഴേക്കും. ബാൻമി ശരിക്കും ആടാ. അത് ബാഗ്വേ ബ്രെഡാ, അതാ. വല്ല അറിയോ പരിഷ്കാരിക്ക്? ആ, നിങ്ങൾ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബസ്, എനിക്ക് പ്രൊണൗൺസ് ചെയ്യാറില്ല, താൻ ബൂവായി എന്നോ അങ്ങനെ എന്തോ ആണ്. ഈ ബസ്സിൻ്റെ മാത്രം ബുക്ക് ചെയ്യുക. ഞാൻ ബുക്ക് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൻ്റെ പേര് 1-2 GO എന്നാണ്. ഓക്കെ, കാരണം കുറേ ബസ് സർവീസസ് ഉണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു ജേർണിക്ക് പെർ ഹെഡ് ഒരു 2700 2600 ആണ്. നമുക്കൊരു 1400 കിട്ടും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഈ ബാത്റൂംസിൻ്റെ ക്വാളിറ്റി തൊട്ട്, ബസ്സിൻ്റെ ക്വാളിറ്റി തൊട്ട്, സ്ലീപ്പർ ക്യാബിൻ്റെ വിഡ്ത്ത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബസ്സിൽ പോകുന്നതാണ്. കാരണം കുറഞ്ഞ ബസ്സുകളാണെങ്കിൽ ചിലപ്പോൾ അവർ ഈ ഡ്രൈവർമാർ ഇടയ്ക്കുന്ന ആൾക്കാരെയൊക്കെ കയറ്റും. പിന്നെ നമ്മുടെ ക്യാബിനിൽ വന്ന് കയറിയിരിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിൽ ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് ഞാൻ റിവ്യൂവിൽ വായിച്ചിരിക്കുന്നത്. ആൻഡ് നല്ല ക്ലീൻ, നല്ല ക്യാബിൻസ്, നല്ല വീതിയുണ്ട്, പൊക്കമുള്ളവർക്കാണെങ്കിലും കിടക്കാൻ പറ്റും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. സോ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബസ്സിൽ കയറിയിട്ട് കാണിക്കാം. ആൻഡ് ഞാൻ ഇവിടെ നിന്ന് നമ്മളെ മെയിൻ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോകും. അത് 1 മണിക്കൂർ ജേർണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഇവരുടെ ഒരു ചെറിയ വണ്ടിയിൽ നമ്മുടെ ഹോട്ടലിലും ഡ്രോപ്പ് ചെയ്യും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ എല്ലാ എക്സ്പീരിയൻസ് ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്യും. സോ ദാറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ വരുവാണെങ്കിൽ
ഈ ബസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ബസ് ജേർണി എന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന ഏറ്റവും ഒരു ലക്ഷറിയസ് ബസ് ജേർണി ആയിരിക്കും ഈ വിയറ്റ്നാമിൽ. ഇവിടെ കണ്ട ഇവർ തന്നെയായിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് നമ്മളെ ഫോഴ്സ് ചെയ്യും. ഇത് ഇവരുടെ നോർമൽ ട്രാൻസ്ഫർ ബസ്സാണ്. ഇത് തന്നെ എന്തൊരു കംഫർട്ടബിളാണ്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം 6-7 മണിക്കൂർ. നല്ല ബസ്സല്ലേ? ഇതിലാണ് 8 മണിക്കൂർ നമ്മുടെ യാത്ര ഇതെല്ലാത്തിലേക്ക്. പിന്നെന്താ ഇത് റിക്ലൈൻ ആവും. റിക്ലൈൻ ചെയ്ത് കിടക്കാൻ ഞാൻ പറഞ്ഞ സ്ഥലമില്ല കാലം വെക്കാൻ. നല്ല ബസ്സല്ലേ? അവർക്ക് വായിച്ചോളൂ. ഗൈസ് എനിക്ക് തോന്നേ നമ്മളിപ്പം സിറ്റിയിൽ നിന്ന് വെളിയിലേക്ക് വലിയ ബസ്സിനുള്ള റൂട്ടിൻ്റെ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ പ്രോപ്പർ സിറ്റിയിൽ നിന്ന്, പക്ഷേ കുറച്ച് മാറി, ഞങ്ങളിപ്പോൾ ഒരു 8-10 കിലോമീറ്റർ മാറി. എന്നാലും കംപ്ലീറ്റ് ഇതുപോലത്തെ കോഫി ഷോപ്സും കഫേസ് ഹോട്ടൽസ് എല്ലാം ഉണ്ട്. കോച്ചുമേ അത്യാവശ്യം വലിയൊരു സിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 വീലേഴ്സ് നാട്ടിലും കാട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മിഡിൽ ഓഫ് നോവെയറിലാണ് ഇവർ മെയിൻ ബസ് കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നത്. ബസ് കണ്ടിട്ട് വെളിയിൽ നിന്ന് കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, ക്ലീനാണ്. ഡബിൾ ഡെക്കറാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ മറ്റേ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഷൂസ് ഊരി ഈ പ്ലാസ്റ്റിക് കവറിലിടണേ, അങ്ങനെയാണ് കയറേണ്ടത്. ആൻഡ് ഇതാണ് ഇവരുടെ ലക്ഷറി ബസ്. ഏറ്റവും ലക്ഷറിയസ് ബസ് ഇൻ വിയറ്റ്നാം ആണ്. ഇതാണ് ബസ്. ഡ്രൈവറിന് ഇവിടെ ടാബ്ലറ്റ് ഒക്കെയാണ് ഉള്ളത്. എന്തൊരു സെറ്റപ്പാന്ന് നോക്ക്. ആൻഡ് ഇതാണ് നമ്മുടെ ബസ് വരുന്നത്. സോ ഡബിൾ ഡെക്കർ സീറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്, വെരി ക്ലീൻ, വലിയ സ്പേഷ്യസ് ആണ്. പക്ഷെ എല്ലാവർക്കും മേളിൽ കിട്ടിയ പ്രിയ എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല. എന്താ ഈ കട സർക്കസ് കാണിക്കുന്നത്? ഇതാണ് നമ്മുടെ ബസ് കടന്ന്. സോ യു ഹാവ് എ വെരി കംഫർട്ടബിൾ ദിസ് വൺ. ഒരു സോഫ, ഒരു ബ്ലാങ്കറ്റ്, ഒരു റൗണ്ട് പില്ലോ, പിന്നെ ഞാൻ നോക്കട്ടെ കാണിക്കട്ടെ. പിന്നെ ഇവിടെ ഒരു ഫോണിന്റെ ചാർജർ പോലെ ഉണ്ട്. ഇവിടെ USB ചാർജർ ഉണ്ട് ഫോണിന്റെ, USB ചാർജർ. പിന്നെ ഇതെന്താ പവർ ബട്ടൺ, ലൈറ്റ്സ്. ഇത് ലൈറ്റ്സ്, ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് വരും, AC വെന്റ്സ്. ഇതെന്താ? ഇത് വേറെ ലൈറ്റ്. ഇവിടെ വേറെ ലൈറ്റ്. സോ കംപ്ലീറ്റ്ലി ലക്ഷറിയസ്. പിന്നെ നമുക്കിത് ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്. കപ്പ് ഹോൾഡർ ഹിയർ. വാട്ട് എ ലക്ഷറിയസ് ബസ്. പിന്നെ കോട്ട് ഹുക്സ് ഉണ്ട്, നമുക്ക് കോട്ടൊക്കെ തൂക്കണമെങ്കിൽ അതുണ്ടാ. അടിപൊളി. ഇത് കിടക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഒന്ന് കയറിയിട്ട് നോക്കാം. ഇത് കണ്ടോ, ലംബർ സപ്പോർട്ട്, നമ്മുടെ നടുവിന് സപ്പോർട്ട് ചെയ്യാനായിട്ടാന്ന് തോന്നുന്നു. സോ ഫുൾ സെറ്റാണ്. അടിപൊളി ബസ് കേട്ടോ. TV ഉണ്ട്, അത് വർക്കിംഗ് ആണോ എന്ന് അറിയില്ല. കർട്ടൻസ് ഒക്കെ പൊക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതുപോലത്തെ വെള്ളവും ഒരു ടിഷ്യൂ പേപ്പർ, വെറ്റ് ടിഷ്യൂ ഒക്കെ തരും. നമുക്ക് അവിടെ ബോട്ടിൽ ഹോൾഡറിൽ വെക്കാം. ഒന്ന് സെറ്റിലായിട്ട് ഞാൻ ബാക്കി വീഡിയോ ഒക്കെ കാണിക്കാം. വേണ്ടേ? ഏത്? എന്തിനാ? ഗെയിമിംഗ് റൂമിന്റെ ലുക്കിനാ? അടച്ചോ? വേദുവിന് പ്രൈവറ്റ് റൂം വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ സെപ്പറേറ്റ്. ആദ്യം അത് അടയ്ക്കേ. അത് എടാ മെയിൻ കർട്ടൻ അടയ്ക്കാൻ. ഓക്കെ, ഇനി അടച്ചോ. ബൈ. ഓ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. സോ ഗൈസ്, ദിസ് ബസ് ഇസ് ഇൻക്രെഡിബ്ലി കംഫർട്ടബിൾ. എനിക്ക് പൊതുവെ ട്രാവൽ സിക്നെസ് ഭയങ്കരമായിട്ടുള്ളതാണ്. ബട്ട് ദിസ് ബസ് ഇസ് റിയലി ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓൾമോസ്റ്റ് 6 ഫീറ്റ് ഉണ്ട്. എനിക്ക് സുഖമായിട്ട് ഇതിൽ ഫിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ബ്ലാങ്കറ്റൊക്കെ പുതച്ച് നമുക്ക് ഈ സീറ്റ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ഫുൾ താത്താം, ബെഡ് പോലെ. ഇത് കണ്ട, ഫുൾ താത്തിയ ഫുൾ ബെഡായി വിശാലമായിട്ട് കിടക്കാം. അവരൊരു പ്ലാസ്റ്റിക് കവർ വന്നിട്ടുണ്ട് വൊമിറ്റ് ചെയ്യാനാണെങ്കിലും. കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഇനി ഒറ്റ ഉറക്കം ഉറങ്ങും. ഇവർ ലഞ്ച് ബ്രേക്ക് നിർത്തുമ്പോൾ എഴുന്നേക്കാം. ഈ ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കേരളത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫീലിംഗ് ആണ്. പച്ചപ്പ്, വാഴ,
ഈവൻ പാടങ്ങൾ, ഒരുവിധം പാലക്കാട് ആ ഭാഗത്തേക്കുള്ള രീതിയിലുള്ള യാത്രയാണ്. എന്തായാലും ഒരിടയ്ക്കിടയ്ക്ക് നിർത്തും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം കംഫർട്ടബിളായി കിടക്കാനുള്ള സ്പേസും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അതുപോലെ എല്ലാം ക്ലീൻ ചെയ്യാണ്, എയറൊക്കെ അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് അത് സർഫസ് നല്ല സാനിറ്റൈസിങ് വെച്ച് തുടച്ച് ക്ലീൻ ചെയ്യും. ചെരുപ്പ് വരെ എടുത്ത് വരുന്നുണ്ടോ, അടിപൊളിയല്ലേ അത്. സർവീസ് നമ്മൾ ബ്രേക്കിന് വന്നപ്പോഴേ അവരിത് ചെരുപ്പ് വരെ അവിടെ വെച്ച് തരും. ഫുൾ പമ്പാണ്, പക്ഷെ കുറേ സ്നാക്സും നല്ല നല്ല കോഫി ഷോപ്സും ഒരുപാടുണ്ട്. പക്ഷെ സമയമില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഞാൻ വേഗം ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ആയിട്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കാണുന്നത് കേട്ടാ. ഡിസ്കോ ടോയ്ലറ്റ്, അത് കൊള്ളാലോ. സെറ്റല്ലേ, നല്ല ബാത്റൂം അല്ലേ, അത് ഞാൻ പറഞ്ഞ. ഇതാണ് ഈ ലക്ഷറി ബസ് എടുത്ത നല്ല പിറ്റ് സ്റ്റോപ്സ് ആയിരിക്കും, മനസ്സിലായോ? ഡിസ്കോ വരെ കളിക്കാം, ഡിസ്കോ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐസ് ടീ ഉണ്ടല്ലോ പോരെ. ഇത് ഉറങ്ങിയോ നോക്കട്ടെ. കണ്ട, ഒളിച്ചിരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നവൻ. വേഗം കിടന്നുറങ്ങിക്കോ ചെയ്തു. രാവിലെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുക, എന്നിട്ട് ഗെയിമിംഗ് റൂമാന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഞാൻ ഒരു സ്നിക്കേഴ്സിൻ്റെ ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടാ. ഇത് 50% ഷുഗറാണ്, പക്ഷേ ഇത്രയും മധുരം മതി ചോക്ലേറ്റിന്. സോ ഇതൊരു സ്നിക്കേഴ്സ് ഞാൻ എടുത്ത് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. എന്താ പരിപാടി? ഓഹോ, ഉറങ്ങുന്നില്ലേ? കുടിക്കാനോ? ഐസ് ടീ ഉണ്ട്. ബോഡിയും തലയൊന്നും വണ്ടി കുളിക്കുമ്പോൾ എവിടെയും മുട്ടാതിരിക്കാനായിട്ട് ഉണ്ട്. ഇവിടെ ഒക്കെ സോഫ്റ്റ്, അതിനാണെന്ന് തോന്നുന്നു അവർ ഈ ഒരു പില്ലോയും കൂടെ വെച്ചിരിക്കുന്നത്. കാലിൻ്റെ അവിടെ സോഫ്റ്റ്. ഇതിൽ കൂടെ എന്തായാലും ആരും ഉരുണ്ട് വീഴില്ലല്ലോ. ആൻഡ് വെരി കംഫർട്ടബിൾ, നല്ല തണുപ്പുണ്ട്. സോ നല്ല കട്ടിയുള്ള ഡ്രസ്സ് ഇട്ട് വരിക. ബസ്സിൽ കൊണ്ടുവന്നിരിക്കുക സ്നാക്സ് കാണിക്കാൻ. ഇതൊരു കണ്ടൻസ്ഡ് മിൽക്കുള്ള ഫില്ലിംഗ് ഉള്ള ഒരു സോഫ്റ്റ് ബ്രെഡാണ് ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ഐറ്റമാണ്. പിന്നെ ചോക്ലേറ്റ് ക്രോസോണ്ട് ഉണ്ട്, പ്രിങ്കിൾസ് ഉണ്ട്, ചീസ് ക്രോസോണ്ട് ഉണ്ട്, പിന്നെന്താ കോൾഡ് കോഫി ഉണ്ട്, ഇതെന്താ ചോക്ലേറ്റ് മിൽക്ക്. ഇത്ര ഐറ്റംസാണ് നമ്മൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയയ്ക്ക് അതിൽ ഇത് വേണമെന്ന്, ഈ സംഭവം ഇത് ട്രൈ ചെയ്തോട്ടെ. വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ്. അടുത്ത സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇത് ലഞ്ച് ബ്രേക്ക് ആയിരിക്കും, കാരണം സമയം 1:30 ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ലഞ്ച് ബ്രേക്ക് സ്പോട്ട്. ബാത്റൂമൊക്കെ ക്ലീൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വെളിയിൽ ഇറങ്ങി നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്ന്. ഷോപ്സ് ഒക്കെ ആക്ച്വലി എനിക്കൊന്ന് ബസ്സിന് വേണ്ടി ഉള്ളതാണ്. കാരണം കണ്ട ഒരു കല്യാണ സദ്യയൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാത്റൂം സെറ്റപ്പ് ഇല്ലേ, അതുപോലെയാണ് ഇവിടെയുള്ള സ്റ്റോപ്സ് ഒക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ചെറിയ ചെറിയ റൂംസാണ്. ഇവിടെ ആരോ കുട്ടിയുടെ യൂണിഫോം ഒക്കെ തൂക്കിയിരിക്കുന്നു. ചിലപ്പോൾ ഇവിടുത്തെ പണിക്കാർ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. കാരണം ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് റെസ്റ്റോറൻറ്റ് കാണിക്കാം. മിക്കവാറൊന്നും കഴിക്കില്ലേ, കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കണ്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ്, വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് മെനു ഒന്നുമില്ല, പക്ക ലോക്കൽ വിയറ്റ്നാമീസ് ഫുഡായിരിക്കും. കഴിക്കാൻ ഒരു പേടി യാത്ര ചെയ്യുമ്പോൾ. ഇവർക്കൊന്നും അതൊന്നൊരു വിഷയമല്ല, എല്ലാവരും വെട്ടിയടിക്കുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ. എന്ത് വലിയ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്ഥലമാണെന്ന് നോക്ക്. കഴിക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ വന്നപ്പോൾ കൊതിയായി പോയി. എല്ലാവരും സ്റ്റർ ഫ്രൈ ബീഫ്, ചിക്കൻ, മുട്ട, സൂപ്പ്, കുറച്ച് റൈസ്. കൊതിയാവാതെ എങ്ങനെ ഇരിക്കുന്നു. എസ്പെഷ്യലി ആ ബീഫൊക്കെ നോക്ക്, സ്റ്റർ ഫ്രൈഡ് ബീഫാണ്, നല്ല സോഫ്റ്റ് പീസ് കേട്ടോ.
ഇനി അങ്ങോട്ട് ഒത്തൻറ്റിക് വിയറ്റ്നാമീസ് ഫുഡായിരിക്കും. അങ്ങനത്തെ ഗ്രാമത്തിലേക്കല്ലേ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, നമുക്ക് ഈ സൂപ്പിൻ്റെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. അത് സ്റ്റോക്ക് ആയിരിക്കുമല്ലോ. സോ റൈസിൽ ഒരു മോയിസ്റ്റ് കിട്ടും. പിന്നെ അതും ഈ ബീഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ സച്ച് എ ഹോൾസം ആൻഡ് ഹെൽത്തി ലഞ്ച്. ഈ വിയറ്റ്നാമീസ് ക്യൂസിൻ ഭയങ്കര ഹെൽത്തി ആട്ടോ. ഇനി വേദു ഇതുപോലെ ക്രോസാൻ, ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ബ്രെഡാണ്. ഇത് കഴിക്കുക. ഇനി 5 o'clock വരെ ചാച്ചുക. ഓക്കെ, ചാച്ചത്തേ ഇല്ല. എന്താ അടുത്ത പരിപാടി? ഇതിൻ്റെ ഇടയ്ക്ക് മസിൽ ക്യാച്ച്, തലവേദന, ഛർദല്, ഇല്ലാത്തൊന്നുമില്ല. ആ ക്രാമ്പ്. ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇലക്ട്രോലൈറ്റ് കുടിക്കുക കേട്ടോ. അത് 1/2 ബോട്ടിലേ ഉള്ളൂ. അതിൽ നിർത്തുന്നവര് എല്ലാം 2 മണിക്കൂറും നിർത്തും. അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോ, അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങളായിട്ട്. ഇനി ഛർദലും പ്രസവേനൊന്നും വരരുതിന്റെ ഇടയ്ക്ക്. ആ ഛർദിക്കലേ പ്ലീസ്. എന്താ അമ്മയുടെ അടുത്ത് പോയിരിക്കണോ? നമ്മളിപ്പോൾ നിർത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ സമയമായിട്ട് പറയുകയാണെങ്കിൽ അടിമാലിയിലാണ്. ഇനി നേരെ മൂന്നാറിലേക്കുള്ള യാത്ര. അതുപോലെയാണ് നമ്മുടെ ദലാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര. എത്ര പേര് കേട്ടിട്ടുണ്ട് ദലാത്ത്? ഇതുണ്ടോ, ശരിക്കും നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന പോലെ ഇല്ലേ അടിമാലിയിൽ നിന്ന്? ഫുൾ മല, കാട്, കുരങ്ങിൻ്റെ മാത്രം കുറവുണ്ട്. ഇത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. വലിയ ക്ലിഫ് സൈഡ്സ് പോലത്തെ ഫോറസ്റ്റ് ആണ്. നോക്ക്, ഇതിപ്പോൾ നമ്മൾ മൂന്നാറെന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും, വയനാടെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. ഓ, ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ലാൻഡ്സ്കേപ്പ് മാറി, വ്യൂ മാറി, നല്ല അരുവി. എന്താ മൂന്നാറാണ്? 6ആണോ ഇത്? Wow, I'm sure most of these people have not experienced. നിങ്ങൾ കണ്ടവർ കുറവായിരിക്കും ഈ ഒരു സ്ഥലം. സോ ഐ ഹോപ്പ് ഈ ഒരു ദലാത്ത് എന്ന് പറഞ്ഞൊരു വില്ലേജ് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന്. നല്ല വീതിയുള്ള റോഡ്സാണ് കേട്ടോ, ഹിൽ സ്റ്റേഷനാണ്. എന്നിട്ട് നോക്ക് റോഡ്സൊക്കെ. ഈ ഒരു ഏരിയ ഭയങ്കര ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഈ റോഡ് ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ച ഇല്ലായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. ലാൻഡ് സ്ലൈഡ്സ് ഒരുപാട് നടക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ലാൻഡ് സ്ലൈഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദലാത്ത്. ഭയങ്കര ബാഡ് ലാൻഡ് സ്ലൈഡ് ആയിരുന്നു. നമ്മുടെ മൂന്നാറിലെ ഫ്ലഡ് ടൈമിൽ നടന്നില്ല അതുപോലെയായിരുന്നു. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പൈൻ ട്രീസും എല്ലാം ഉള്ളൊരു വ്യൂ ആണ്. എത്തി, ഉറങ്ങി തിന്നു, കുറച്ച് സൈറ്റ് സീയിങ്, ബാത്റൂമിൽ പോയി. നല്ല തണുപ്പ്, 0 degrees വെളിയിൽ. പൊളിക്കും നമ്മള്. നോക്ക് വെളിയില് സ്നോഫോൾ കണ്ട. നോക്കിക്കപ്പ വെളിയിൽ ഇറങ്ങുക. ആ ടർക്കിൽ നമ്മൾ ഇറങ്ങിയ ഓർമ്മയുണ്ട എയർപോർട്ടിൽ നിന്ന്? ആ ഫീലായിരിക്കും. ഞാൻ പിന്നെ ഇതൊക്കെ ഇട്ടിരിക്കുന്ന എന്തിനാ? വെതർ എൻജോയ് ചെയ്തില്ല ചൂടത്തുനിന്ന്? ബസ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? കുലുക്കോ? ആ, അത് പക്ഷെ മൂന്നാർ പോലെ ഫുൾ ഹെയർ പിന്നാ. അത് വെച്ച് നോക്കുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ. ഫുൾ ഹെയർ പിന്നാ, അതല്ലേ മുകളിലേക്ക് വന്നേ. ആ, തിരിച്ച് കാറില്ല. ഇവിടുന്ന് 230 മീറ്ററേ ഉള്ളേ ഹോട്ടല്. സോ എനിക്ക് തോന്നുന്നു സിറ്റിന്ന് കുറച്ച് മാറിയ, പക്ഷെ ഇവര് തന്നെ നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അത് അടിപൊളിയല്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവരുടെ വണ്ടി തന്നെ പിക്ക് ചെയ്ത് നമ്മുടെ ഹോട്ടൽ സിറ്റിയുടെ ഉള്ളിൽ എവിടെയാണെങ്കിലും അവർ തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അടിപൊളി. നല്ല വെതറും. ഇവിടെ വരുമ്പോൾ തന്നെ സ്കിന്നൊക്കെ ഒരു ഗ്ലോ ആണ്. ഇംപ്രഷനേ ഒരു അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി അല്ല, കാരണം മോൾസും അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്ന ഒരു ടൗൺ എന്ന് വരെ പറയാം. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. ആഹാ, നമ്മുടെ അടുത്ത് തന്നെ ജോളിബീ. ഇന്ന് ഡിന്നർ ജോളിബീസ്, അത് പൊളിക്കും. ജോളിബീസ് ഇന്ന് ഡിന്നർ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഐലൻഡ് കോഫി ഉണ്ട്. സോ ഐ തിങ്ക് സോ അടിപൊളിയായിരിക്കും കേട്ടോ. ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ. എന്തായാലും ബാക്കി ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിക്കാം. അത് ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. റൂമേ അവർ വേണമെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. വേണോ?
വെറുതെ 5 ദിവസമല്ലേ ഇവിടെ. വേണമെങ്കിൽ തീരെ ചെറുതാ, വേണമെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ആള് അപ്ഗ്രേഡ് വേണ്ടതില്ലോ, നമുക്കതൊക്കെ മതി, അപ്ഗ്രേഡ് വേണ്ട. ഞാൻ അത് പറയുന്ന പ്രതീക്ഷ വന്നത് ഓൾറെഡി ചെയ്തിട്ടാ വരുന്നത്. വാ എന്തിന്? അയ്യോ വാ. ഇവിടെയാണ് ആക്ച്വലി നമ്മളെ ഒരു ബൊട്ടീക്ക് ഹോട്ടൽ, ഒരു പാലസ് പോലത്തെ ഒക്കെ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് കാണിച്ചില്ലേ. പക്ഷെ എന്താ അറിയോ, ഡസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ റേറ്റിംഗ് ഉള്ള ഹോട്ടലിൽ തന്നെ എടുത്തത്. അപ്പോൾ കുറച്ച് മാറിയ, പക്ഷെ ടാക്സി ഭയങ്കര ചീപ്പല്ലേ. പക്ഷെ ഹോട്ടല് നല്ലത്. പക്ഷെ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ AC ഇല്ല, ഫാനും ഇല്ല കേട്ടോ. അങ്ങനെയാ. അതുകൊണ്ട് അപ്പോൾ റൂം ഹീറ്ററൊന്നും ഇല്ല. റൂം കാണിക്കാം ബാ. അത്യാവശ്യം നല്ലല്ലേ ഹോട്ടല്? നൈസ് ലൊക്കേഷൻ. ഓഹോ, ഓ നല്ല സർവീസ് ആണല്ലോ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. സോ ലാ സെപ്പൻറ്റൈൻ എന്നാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ, തൂങ്ങിക്കിടക്കുന്ന പപ്പാനി ഉണ്ട്. നല്ലൊരു ലോബി, ഒരു പഴയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കാണ്. സോ ആക്ച്വലി ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ റൂമൊക്കെ ഒന്ന് കാണിക്കാം. ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ദ വെദർ. ഇത് ഒരാൾ ചാടുന്നു. ഇരിക്കാനൊക്കെ നല്ല ചില്ലായിരിക്കും കേട്ടോ. ഒരു വൈനൊക്കെ കുടിച്ച്, നമ്മൾ കുടിക്കില്ല, വൈനൊക്കെ കുടിക്കുന്നവർക്ക് ഇവിടെ ഒരു ബാറൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് യു ക്യാൻ ലൈക്ക് പീപ്പിൾ വാച്ച് ഓവർ ഹിയർ. സച്ച് എ നൈസ് പ്ലേസ്. ഇതൊരു ലൗഞ്ച് ഏരിയ ആണ് ഇവരുടെ. ഇതിന് വേണ്ടി അപ്പം ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയോ? റൂം അപ്ഗ്രേഡ് ചെയ്തു. ആ റൂമിൽ എന്താ ഉള്ളേ? നോക്കട്ടെ. തണുപ്പത്തല്ലേ ടബ് വേണ്ടേ? ടബൊന്നും ഇല്ല കേട്ടോ, സോറി. വാ. എന്ത് റൂമിലല്ലേ വന്ന്? ജക്കൂസി ഒന്നും ഇല്ല വന്ന്. ഫയർ പ്ലേസാ? ഓ പിന്നെ ഫയർ പ്ലേസ്. അമ്മയും മോന്റെ ചിന്ത അങ്ങ് അറ്റത്താട്ട് കേട്ടാ, ചെറിയ ചിന്തകളൊന്നും ഇല്ല. നമ്മൾ ലിഫ്റ്റിൽ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് ദിസ് സച്ച് എ നൈസ് ആൻഡ് വൈഡ് കോറിഡോർ. നല്ല ഓരോ ഡോർസിൻ്റെ മുകളിലും ഇതുപോലെ ബെൽസ് ഒക്കെ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. സോ ഫീലിംഗ് വെരി ക്രിസ്മസി ആൻഡ് ദ വെദർ ഇസ് ഓൾസോ വെരി ക്രിസ്മസി. അത്യാവശ്യം നല്ല ഒരു ഹോട്ടലാണ്. അപ്ഗ്രേഡ് ടോട്ടലി വേർത്താണ്. ഞാൻ റൂം കാണിച്ചു തരാം. അപ്ഗ്രേഡ് ചെയ്തത് എങ്ങനെയുണ്ട്? എന്തിനാ നമുക്ക് ഇത്ര വലിയ റൂം? സത്യ നമുക്ക് ശരിക്കും അതും ഏരിയയിലും ദിയയും കൂടെ വന്നാൽ ഈ റൂം കറക്റ്റ്. അതെന്താ കാരണം അകത്ത് പോകുമ്പോ കാണും. ഓക്കെ, സോ തുടങ്ങിക്കോളൂ. എന്താല്ലേ, പ്ലേ ഗ്രൗണ്ട് പോലെ ഉണ്ട്. അങ്ങോട്ട് കൊറേ ഉണ്ട്. പക്ഷെ ഇത് നോക്ക്, 1 2 3 4 ഷെൽഫിന്റെ സ്പേസ് ഉണ്ട്. എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. കാരണം ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട് പഴയതാണെങ്കിലും. സോ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വാർഡ്രോബ്സും അതുപോലെ തന്നെ ലഗേജ് റാക്കിൽ 3 ചെറിയ പെട്ടികൾ വെക്കാം. അത്രയും വലുതാണ്. ആൻഡ് കിടക്കുന്ന നോക്ക്, സ്പേസ് നോക്ക്, ബെഡ്റൂമിന്റെ സ്പേസ് കിടക്കാം. 3 സൈഡ് ടേബിള്. അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്, ഫുൾ നല്ല തിക്ക് കാർപ്പറ്റ്. ഷൂസിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ കാർപ്പറ്റിന്റെ സോഫ്റ്റ്നെസ് അറിയാം. ഇതൊക്കെ പഴയ ഡിസൈനാ. മിററാണത്. ഓ, ഇതിക്കുള്ള എന്ത് വേണം? മിററിന്റെ ഒരാവശ്യമില്ല. മിററുണ്ട്. പിന്നെ നല്ലതേ കാല് നീട്ടി വെച്ചിരിക്കാൻ നല്ല ലോഞ്ച് ഏരിയ ഉണ്ട്. എല്ലാം വുഡിന്റെ ഒരു ഇന്റീരിയേഴ്സ് ആണ്. നല്ല ഫിനിഷ് ഉണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടാ. എനിക്കൊന്ന് AC ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. AC ഹീറ്ററും കാണുമായിരിക്കും. പഴയ, എന്നാലും ഒരു 4 സ്റ്റാർ ഹോട്ടൽ കാറ്റഗറി കിട്ടണമെങ്കിലേ ചിലപ്പോൾ AC വേണം. അതുകൊണ്ടാണ് AC വെക്കുന്നത്. ചിലപ്പോൾ ഉച്ചക്കൊക്കെ ചൂടെടുത്താൽ ഇത് ഓൺ ആവും നോക്കാം. പിന്നെ ഇവരുടെ ബെഡ്റൂം നോക്കിയാൽ ഇവിടെ സ്നാക്സും എല്ലാം ഉണ്ട്. ഒന്നും വലിയ റേറ്റില്ല. ഏറ്റവും കൂടിയതാക്കൂടെ 120 രൂപയുള്ളൂ. ഫ്രിഡ്ജ് ഉണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ബാത്റൂം കാണിക്കട്ടെ. കേറ്. അതുണ്ട്. നോക്കിത് നല്ല കിഡിലനായിട്ട് ഒരു പുതിയ ക്ലീൻ ടോയ്ലറ്റ് വിത്ത് എൽത്തോസ്, 2 ടിഷ്യൂ ഹോൾഡേഴ്സ്. ജാപ്പനീസ് ഒന്നല്ല. പിന്നെ അന്തൂനും വേദൂനും 2 ഊന്നും ബർത്ത്ഡേ ബോയ്സിനും പറ്റിയ ടബുണ്ട്. ടബിൽ വീഴാതിരിക്കാൻ സൈഡിൽ പിടിച്ചു ഇരിക്കാം. പിന്നെ ടവൽസ് ഒക്കെ നല്ല പുതിയ സോഫ്റ്റ് ഫ്ലഫി ടവൽസ് ഉണ്ട്. ആൻഡ് ദെൻ അവിടെയും ഒരു സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെയിൻ ഷവറും ഹാൻഡ് ഷവറും നല്ല വാഷ് ബേസിനും നല്ല ക്ലീൻ ആയിട്ടുള്ള
മിററും ഉണ്ട്. സൂപ്പർ. 5 ദിവസത്തിൽ നമ്മൾ പൊട്ട സ്ഥലത്ത് താമസിച്ചെങ്കിൽ ഫുൾ മൂഡ് പോയാലേ. അതിന് തൊട്ടടുത്ത് ജോളി ബീസും ഉണ്ട്. ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിക്കാം. അങ്ങനെ ദലാത്തിലേക്ക് ഇറങ്ങുവാണ്. ഇതിന് വരെ ബോ വെച്ചിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിലിംഗ്. അങ്ങനെ ഇറങ്ങുവാണ് നമ്മൾ ദലാത്തിലേക്ക് കോഫി കുടിക്കാൻ. നല്ല ഐസ് ഇട്ട കോഫി. ഓ, എന്നിട്ട് ഐസ് കടിച്ചിട്ടണം എന്നെ പോലെ. നോക്ക്, യു വാണ്ട് ഹോട്ട് കോഫി? ദില്ലു, ഈ ദില്ലു, വർദ്ധാൻ ആൻഡ് ദില്ലു. ദ ഫീൽ, ആ ചൂടത്തുനിന്ന് മാറിയപ്പോ ഉള്ള ഫീൽ ഉണ്ടല്ലോ. ഓ, വേദന തണുപ്പൊക്കെ കിട്ടട്ടെ. ഓ, അതെ, ഇന്നിപ്പോ ഒരുപാട് ദൂരം പോകുന്നില്ല. ഇത്രയും ട്രാവലിംഗ് പോകുന്നല്ലേ. തൊട്ടടുത്ത് കോഫി ഷോപ്പും ഉണ്ട്. തിരിച്ചു റൂമിൽ വന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ ഡിന്നർ ജോളി ബീസ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു വ്യൂ. ഹോട്ടൽ നല്ല രസമുണ്ട് കേട്ടോ. പഴയ ഹോട്ടലാണ്. ബട്ട് ഐ തിങ്ക് സോ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിറ്റിയുടെ നടുക്ക് താമസിക്കണമെങ്കിൽ ഇവിടെ ഒരു ദലാത്ത് നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് പോയി താമസിച്ച് കഴിഞ്ഞാൽ എല്ലാം വാക്കബിൾ ആണ്. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് കുറേ സ്ഥലത്തേക്കൊക്കെ ടാക്സി പിടിക്കണം. എന്തായാലും നല്ല ഒരു വൈബാണ്. സിറ്റിയിലെ ഒരു ഹറിബറി ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ എന്ത് രസമാണ് ട്രീസൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഹൈലൻഡ് കോഫി ഉണ്ട്, നേരെ ഇവിടെ ജോളി ബീസും ഉണ്ട്. ഞാൻ ആക്ച്വലി ഇത് രണ്ടും കണ്ടിട്ടാണ് ഹോട്ടൽ ഇവിടെ ബുക്ക് ചെയ്തത്. നമ്മുടെ ഹൈലൻഡ് കോഫി രാവിലെ തുടങ്ങിയത് ഹൈലൻഡ് കോഫി, ഇവിടുന്ന് ഹൈലൻഡ് കോഫി. വെളിയിലിരിക്കാമല്ലോ. പിന്നെ ഇവിടെ വന്നത് അകത്ത് പോയിരിക്കാനാണോ? പ്രിയനെ കൊണ്ട് ഞാൻ എവിടെയും പോവില്ല, ജപ്പാനിലും വരണ്ട എല്ലാം. അപ്പോ ആ രസം നോക്കിന്റെ ലൊക്കേഷൻ. ഇവിടെ നിന്ന് മേളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രീറ്റ് വ്യൂ കാണും. നേരെ പോവാം. മാച്ച ലാറ്റെ ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് എക്സോട്ടിക് ഡ്രിങ്ക് ട്രൈ ചെയ്യാൻ പോവാണേ. ഉണ്ടായിരിക്കും, പക്ഷെ വലിയ ടേസ്റ്റ് കാണില്ല. ആ, വേദുനൻ ഹോട്ട് ചോക്ലേറ്റ്. നൈസ് പ്ലേസ്. ഇത് നോക്ക്, ഈ ഒരു ഏരിയ പ്രിയ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സ്ട്രീറ്റ് വാച്ച് ചെയ്യാം. അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റം കൂടെ 620 റുപ്പീസ്. ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ബട്ട് ഇത് സോ ഗുഡ്, സോ അഫോർഡബിൾ. ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള കോഫി ഷോപ്പിൽ ഇതുവരെ പോയിട്ടില്ല. ഇന്നാണ് ഒരു ചെയിന്. ലൂസിൻ കോഫിക്ക് ഇതിനെക്കാട്ടി എക്സ്പെൻസീവ് ആണ്. ഇത്ര അഫോർഡബിൾ ആയിട്ട് ചെയിൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ പറയാമല്ലോ, 2 സാൻഡ്വിച്ച് പോലത്തെ ചെറുതാണ്, ഒരു ബാൻമി, 2 ഹോട്ട് ചോക്ലേറ്റ്, ഒരു കോഫി വിത്ത് ചോക്ലേറ്റ്, ഐസ് കോഫി വിത്ത് ചോക്ലേറ്റ്, എല്ലാം കൂടെ 620 റുപ്പീസ്. ഇൻക്രെഡിബിളി ചീപ്പ്. ഇൻലെസ് ലൈക്ക് ഒരു ഇന്റർനാഷണൽ ചെയിൻ പോലത്തെ ഹോട്ടൽ കോഫി ഷോപ്പിൽ. അതാ പറഞ്ഞത്, വിയറ്റ്നാം ഇസ് ദ പ്ലേസ് ടു ഗോ. യു ക്യാൻ എൻജോയ് ഗുഡ് ലക്ഷറി അറ്റ് അഫോർഡബിൾ റേറ്റ്സ്. ഓൾ ദിസ് ഫുഡ്. നല്ല വലിയ ഗ്ലാസ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഇത്. കോഫി, 2 സാൻഡ്വിച്ച്, ഒരു ബാൻമി. പ്രിയാതെ നല്ല തണുപ്പത്തിരുന്ന് കോഫിയൊക്കെ കുടിക്കാം എന്നൊക്കെ വിചാരിച്ച് വന്ന ആളാണ്. പക്ഷെ തണുപ്പത്തല്ല, അകത്തിരുന്നാണ് കഴിക്കുന്നത്. നാളെ തൊട്ട് ഫുൾ ഔട്ട്ഡോർ ആണ്. ആ, ജെന്റിങ് ഐലൻഡ് ഈ ഹൈലൻഡ് കോഫി വന്ന ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണ്ട, വെറും ശോകമാണ്. വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. സോ അത് ഓർഡർ ചെയ്യണ്ട. പക്ഷെ കോഫീസും ഇൻ ദ വേൾഡ് തന്നെ. പക്ഷെ കോഫീസും സാൻഡ്വിച്ചസും അതൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്. ചൂട് കോഫി ആണെങ്കിൽ എന്ത് ചെയ്യും? കപ്പച്ചിനോ കുടിക്കണം. 100%. കോഫീസ് അടിപൊളിയാണ് ഇവരുടെ. എന്താ ടബ് ടൈം അല്ലേ? ഓക്കെ, ടബ് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കഴിക്കാം, KFC. ഓക്കെ, ഫുൾ വേദോ ഡേ. ഡ്രസ്സൊക്കെ ഊരിക്കാം. ആള് ഹാപ്പി ആയി. 1 മണിക്കൂർ ഇരുന്നോളും കേട്ടോ എൻ്റെ അകത്ത്. അപ്പോഴേക്ക് എനിക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യാം, പ്രിയയുടെ ജോലി ചെയ്യാം. വേദു ടബിൽ 1 മണിക്കൂർ എൻജോയ് ചെയ്തോളൂ. കുറേ ടോയ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അടച്ചുപോയി ഇല്ലാന്ന് തോന്നുന്നു. ബാ വേഗം ബാ. ഇപ്പം അടയ്ക്കും. ഭാഗ്യത്തിന് അടച്ചിട്ടില്ല. ഞാൻ ടെൻഷനായി പോയി. പക്ക ഫിലിപ്പിനോ ലക്ഷറി കംഫർട്ട് ഫുഡ്. ലക്ഷറി അല്ല, കംഫർട്ട് ഫുഡ്, സോറി. ഇവരുടെ ഈ സ്പാഗറ്റി ഉണ്ടല്ലോ, ഒന്നുമില്ല, വെറുതെ കുറച്ചൊരു സോസേജും കെച്ചപ്പും, റിച്ച് കെച്ചപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് മധുരം ഉണ്ട്, ടൊമാറ്റോ പേസ്റ്റ് അല്ല. ആൻഡ് ആ ഒരു ക്രിസ്പി ചിക്കനും. ഇന്നലെ സ്പൈസി കിട്ടും, ബട്ട് നോർമൽ ഇസ് ഓൾസോ നൈസ്. ഒരു അഡിക്ഷൻ തന്നെയാണ് ഇത് കേട്ടോ, ഈ സ്പാഗറ്റി. ഒരു സംഭവം തന്നെയാണ്. എന്നോട്ട് ഇത് ചിക്കനും. ഇവര് വൈകാതെ എനിക്ക് തോന്നുന്നു ഏഷ്യൻ മാർക്കറ്റ്സ്, നമ്മുടെ ഏഷ്യൻ ടേസ്റ്റിന്
പറ്റിയ സംഭവം കേട്ടോ. അതും തണുപ്പത്ത് അടിപൊളി. ജോളി ബീസ് ഒരു വൈബ് തന്നെയല്ലേ. എല്ലാം കൂടെ 600 രൂപ ആയിട്ടുള്ളൂ. എല്ലാം 2 സ്പാഗറ്റി, 3 ഡ്രിങ്ക്സ്, 3 പീസ് ചിക്കൻ, ഒരു മാംഗോ പൈ, എല്ലാം കൂടെ 620 കണ്ട്. ജോളിബിയാ ഹിറ്റാവും, സൂപ്പർ ഹിറ്റാവും. കാരണം ചിക്കൻ്റെ പീസ് തന്നെ വലുതല്ലേ. ഇത് മാംഗോ പൈ, മാംഗോ ആൻഡ് പീച്ച് പൈ. മക്ഡൊണാൾഡ്സിലെ പോലെ. അപ്പോൾ ഗൈസ് ഡേ തിരിച്ച് റൂമിലേക്ക് എത്തി. ഫസ്റ്റ് ഡേ ഇൻ ദലാൽ. ഐ കാൻ വെയിറ്റ് ടു എക്സ്പ്ലോർ ദിസ് ടൗൺ ആൻഡ് ഷോ ഇറ്റ് ടു യു. ദലാലിനെ കുറിച്ച് കേട്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കേൾക്കാത്തവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. സോ ദാറ്റ് എനിക്കത് ഐഡിയ കിട്ടുമല്ലോ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വ്ളോഗ്സും എടുക്കാം. സോ ഐ എം ഷുവർ ടുമോറോ ഇസ് ഗോയിങ് ടു ബി അമേസിംഗ് വ്ളോഗ്. ഞാൻ റിസർച്ച് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിരിക്കും, വിഷ്വലി എസ്തെറ്റിക് ആയിരിക്കും നാളെ. സോ എന്തായാലും താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് നാളെ നമുക്ക് വളരെ അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.